അതുപോലെ നാട്ടിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ സാഹിബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ, അതുപോലെ 20-ാം വാർഡിൻ്റെ മെമ്പർ ശങ്കരൻ ചാലിൽ, അതുപോലെ തോട്ടശ്ശേരിയുടെ സൗഹൃദവേദി ചെയർമാൻ ബിജീഷ് NP, അതുപോലെ ഈ യോഗത്തിനെത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാർ, നാട്ടുകാരെ, തോട്ടശ്ശേരി അറയിൽ മർഹൂം നമ്മുടെ പൂച്ചിക്കാക്ക സലഫി എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഈ തോട്ടശ്ശേരിയറ പള്ളി 2014 നിർമ്മാണം പൂർത്തിയാവുകയും അത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ കുറച്ച് സ്ഥലമുണ്ടായപ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് നാളത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് സ്ഥലം ഞാനിത് പള്ളിക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഏതായാലും 10 സെൻറ്റ് സ്ഥലം അദ്ദേഹം ഞാൻ തരാം എന്ന് ഏൽക്കുകയും ഞങ്ങൾ നിരന്തരമായിട്ട് അത് സംസാരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം ഇത് അളവെടുത്ത് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ 10 മീറ്റർ എടുത്തു. പിന്നെ അദ്ദേഹത്തിന് ബാക്കി 45ഓളം സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഏതായാലും 10 സെൻറ്റ് വേണ്ട, നമുക്കിപ്പോൾ തൽക്കാലം നമ്മളെ ഒരു കോൺഫറൻസ് ഹാളും ഒരു പീഡിയോ ഒക്കെ എടുത്ത് പള്ളിക്ക് ഇപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് പറഞ്ഞ് 5.5 സെൻറ്റ് സ്ഥലം അദ്ദേഹം ഈ കണ്ണായ സ്ഥലത്ത് തരികയും അത് തന്ന് പണി തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ഈ സ്ഥലത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഇത് വയലായിരുന്നു. ഏതായാലും ഈ സർക്കാർ വന്നതിന് ശേഷം പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. വയൽ നേത്തി ചില സ്ഥലങ്ങളിലൊക്കെ നിയമങ്ങൾ മാറ്റം വരുത്തി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പൂച്ചാക്കാൻ്റെ നിലവിലുള്ള സ്ഥലം എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തതിൽ ആദ്യം തന്നെ സലഫി എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ഈ സ്ഥലത്തിന് അനുമതി ADMൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ പെർമിഷനുമായി മുന്നോട്ട് പോയി. നമ്മൾ ഇവിടെ പണി ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, പണി ആരംഭിച്ച് ഇത്രയും സ്പീഡിൽ പണി നടന്ന ഒരു ബിൽഡിങ് ചിലപ്പോൾ കേരളത്തിലോ മലപ്പുറം ജില്ലയിലോ എവിടെയൊന്നും ഉണ്ടാവില്ല. 30 ദിവസം കൊണ്ട് 2 സ്ലാബ് വാർത്ത ഒരു ബിൽഡിങ്ങാണിത്. അത്രയും സ്പീഡായിട്ട് എടുത്താണ്. ഒന്നും കൊണ്ടല്ല, നമുക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ടതുണ്ട്. ഈ പണിക്കാർ മൊത്തത്തിൽ നമ്മുടെ വേറെ സൈറ്റിൽ നിന്ന് ഒരുമിച്ച് വന്ന് ഇവിടെ റൂം എടുത്തു കൊടുത്ത്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പണി തീർത്ത്. അതിനുശേഷം റമളാൻ വന്നു. റമളാൻ്റെ ശേഷം പിന്നെ ബാക്കിയുള്ള പണികൾ തീർത്തു. ഏതായാലും നമ്മളെ പർപ്പൂർ ഉസ്താദാണ് ഇത് കുറ്റിയടിച്ചത്, അല്ലെങ്കിൽ തറക്കല്ലിട്ടത്. അദ്ദേഹം മറക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇതിൽ നമുക്ക് പറയാനുള്ളത്, പൂച്ചിക്കാക്കാക്ക് ബാക്കി സ്ഥലങ്ങൾ ഇനി ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ 1 സെൻറ്റും കൂടി 2 സെൻറ്റ് എടുക്കാൻ പറഞ്ഞാൽ 1 സെൻറ്റ് കൂടി മതി. ഇതൊക്കെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബാക്കിയുള്ള സ്ഥലം ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിലുള്ള സ്ഥലം ഇല്ലാഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ സ്ഥലത്തിന് അവരെ മൂല്യം കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടികൾ 2 സെൻറ്റും കൂടി നമുക്ക് തന്നിരുന്നു, 1 സെൻറ്റ് മതിയെന്ന് നമ്മൾ പറഞ്ഞതാണ്. കാരണം ആ കുട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. അദ്ദേഹത്തിന് ആൺമക്കളില്ല, എന്നെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 സെൻറ്റ് മതി. അതുകൊണ്ട് ഏതായാലും ഇതൊരു എത്രയോ ഏക്കർ കണക്ക് സ്ഥലത്തൊരു വലിയ ബിൽഡിങ് നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത്രമാത്രം നല്ല ഭംഗിയിലുള്ള ഒരു കോൺഫറൻസ് ഹാൾ എടുക്കാൻ സാധിച്ചു. അടിയിൽ ഒരു റൂമുണ്ട്, അത് നമുക്ക് വാടക കൊടുത്ത് പള്ളിയിലേക്ക് ഒരു വരുമാനത്തിന് എടുക്കാൻ സാധിച്ചു. അത്രത്തിന് ആവശ്യമുള്ളൂ. അത് നമ്മളെ ഉദ്ദേശം അതാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം നടപ്പറമ്പ് പള്ളിക്കാട്ടിൽ അന്ത്യശ്രമം കൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ബാക്കിയുള്ള സ്വത്ത് ഓഹരി വെച്ചെടുത്തു. ഇതിപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൂച്ചയാക്കാൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ എല്ലാവർക്കും ഈ തോട്ടശ്ശേരിയുടെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ശരിക്കും കണ്ണ് നിറയും. കാരണം നമ്മളെ പറ്റിയൊക്കെ പലതും പറയാനുണ്ടാവും. ആ മനുഷ്യനെ പറ്റി ആർക്കും ഇവിടെ ഒന്നും പറയാനുണ്ടാവില്ല. അത്രമാത്രം ഒരു നിഷ്കളങ്കനായ മനുഷ്യരായിരുന്നു. ഏതായാലും നമ്മളെ അദ്ദേഹത്തെ വർണ്ണിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റുള്ളതൊന്നും കുറക്കുന്നില്ല. ഞങ്ങൾക്ക് എന്നും മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ഞങ്ങളുടെ സെക്രട്ടറി പൂച്ചയാക്ക ഇന്നും ഞങ്ങളെ മനസ്സിൽ സൂക്ഷിപ്പുണ്ട്. മരണം വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതായാലും
അദ്ദേഹത്തിന് ഒരു മധുരം ഖബറിലേക്ക് ചെല്ലാൻ ഇത് മതി എന്നാണ്. കാരണം പള്ളിയുടെ തുടക്കത്തിലുണ്ടായിരുന്നു. 2006 തോട്ടശ്ശേരിയിൽ ആദ്യമായി മദ്രസ വന്നത്. അന്നും ഞാനും പൂച്ചയാക്കി മറ്റുള്ള ആളുകളൊക്കെ തന്നെയാണ് മദ്രസൻ്റെ തുടക്കം. 19 വർഷം കഴിഞ്ഞു തോട്ടശ്ശേരിയിൽ മദ്രസ തുടങ്ങിയിട്ട്. 36 കുട്ടികളുമായി MSM UP സ്കൂളിൻ്റെ ഒരു വരാന്തിയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ വെച്ച് തുടങ്ങിയ മദ്രസ ഇന്ന് 200ഓളം കുട്ടികൾ എത്തി നിൽക്കുന്നുണ്ട്. തോട്ടശ്ശേരിയിലെ സലഫി മദ്രസ ഇന്ന് ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള മദ്രസ തോട്ടശ്ശേരിയിലാണ്. അതുപോലെ ആ മദ്രസയിൽ 100 കുട്ടികളുമായിട്ട് സ്കൂൾ ഓഫ് ഖുർആൻ ഞായറാഴ്ച മാത്രം 7 മണി മുതൽ 11:30 മണി വരെ കുട്ടികൾ, ചെറിയ മക്കൾ ഖുർആൻ പഠിച്ച് ആഫിലായി വരുന്നു. ആഫിൽ എന്ന് പറഞ്ഞാൽ 30 ജ്യൂസല്ല, ഓരോ വർഷവും 1 ജ്യൂസ് 2 ജ്യൂസ്, 5.5 വയസ്സ് 4.5 വയസ്സുള്ള കുട്ടികൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് അതിന് ശേഷം 2006 ശേഷമാണ് 2014 തോട്ടശ്ശേരിയിൽ സലഫി മസ്ജിദ് വരുന്നത്. അതിനുശേഷം 2025 സലഫി മസ്ജിദിന് നമ്മൾ ഒരു ബിൽഡിങ്ങും കൂടി പണിതിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇതിലെല്ലാം പങ്കാളികളാകാൻ സാധിച്ച നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് എത്ര സൂചിച്ചാലും മതിയാവില്ല. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പണിക്ക് നമ്മൾ ആരിൽ നിന്നും ഒരു പിരിവും നടത്തിയിട്ടില്ല. 2-3 ആളുകൾ മാത്രമാണ് അവരുടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് പരലോകത്ത്, പൂച്ചയാക്കാനെ പോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് പരലോകത്തേക്ക് എത്തണം. മകനായിരിക്കാം, ബാപ്പയായിരിക്കാം, ഉമ്മയായിരിക്കാം. അവരെ ഉദ്ദേശമനുസരിച്ച് അത് അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ആകെ ഈ ബിൽഡിങ്ങിന് ഒരു ബോർവെൽ അടിച്ചു തന്നു സഹോദരൻ. ഈ തോട്ടശ്ശേരിയിൽ ഉള്ള ഒരു ബോർവെലാണ്. കാശ് കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട, അത് പള്ളിൻ്റെ അല്ലേ, വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ. പിന്നെ കുറച്ച് മെറ്റൽ നിർബന്ധമായിട്ട് എൻ്റെ എടുക്കണം തന്നെ ഒരാൾ ഇത് ചെയ്തു. അതല്ലാതെ മുഴുവൻ തുകയും 2-3 ആളുകളാണ് ഈ ബിൽഡിങ്ങിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. വളരെ സന്തോഷപൂർവ്വം അത് അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. അത് ആരെയും ആളുകളെയും ഒന്നും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു അത് പരലോകത്ത് പൂച്ചയാക്കാനെ പോലെ തന്നെ അവർക്ക് അത് സ്വർഗത്തിൽ ഒരു കനം തൂങ്ങുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, അതിന് മുടക്കൊന്നുമില്ലല്ലോ. അത് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ പോകുമ്പോഴല്ലേ വിഷമമുള്ളൂ. ഒരു പ്രാർത്ഥനയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. നമ്മളൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടുകൊണ്ട്, മക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് എത്തും. നമ്മളെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മഗ്‌രിബിന് മുമ്പായിട്ട് ഡോക്ടർ അബ്ദുള്ള ബാസിലാണ്. നമ്മുടെ ചാനൽ ചർച്ചകളിലും നാസ്തികർക്കും മറ്റുള്ളവർക്ക് എതിരായിട്ട് കൃത്യമായിട്ട് മറുപടി പറയുന്ന ഡോക്ടർ അബ്ദുള്ള ബാസിൽ ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ ഡോക്ടറാണ്. നമ്മുടെ CP സലീംക്കയുടെ മകനാണ്, കണ്ണൂർക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ എത്തും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ എത്തും, 5 മണിക്ക് എത്തും എന്ന് അറിയിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രഭാഷണം എല്ലാവരും കേൾക്കണം. കാരണം ഇവിടുത്തെ യുവാക്കളുടെ ലഹരിയുമായി ബന്ധപ്പെട്ടും മറ്റുള്ള കാര്യങ്ങളുമായിരിക്കും അദ്ദേഹം ചർച്ച ചെയ്യുക. മഗ്‌രിബിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവിയുടെ എത്തും എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഹോസ്പിറ്റലുമായി പോയതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാർ ആരെങ്കിലും ഒരു തൗഹീദ് പ്രഭാഷണം ഉണ്ടാവും. ഇശാ നമസ്കാരത്തോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കും ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് KV ആസിഫ് സലാഹിയാണ്. അതുപോലെ നമ്മുടെ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തത് എല്ലാമായ ഉസ്താദ് കുഞ്ഞു മുഹമ്മദ് മദിനി പറപ്പൂർ അവർകളാണ്. അദ്ദേഹത്തിനും അതുപോലെ സംസ്ഥാന അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി അദ്ദേഹത്തിനും, അതുപോലെ അബ്ദുൽ മാലിക് സലഫി ഒരു 2 മാസത്തോളമായി അല്ലെങ്കിൽ ഒരു 5-6 ആഴ്ചകളായി അദ്ദേഹം കാല് മോട്ടോർ സൈക്കിളിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഏതായാലും ഇന്ന് 4-5 ആഴ്ചകൾക്ക് ശേഷം ഇന്ന് പള്ളിയിൽ കുത്തുമ നിർവഹിച്ചു. ഇന്ന് കാര്യമായിട്ട് ഈ ഉദ്ഘാടനത്തിന് എത്തണം എന്നുള്ള ആഗ്രഹത്തോട് രണ്ടും കൂടി ഒരുമിച്ച് വന്നാണ്. അദ്ദേഹത്തിന് പൂർണ്ണ ശിഫയാകാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ മുട്ടുംകാല് പൊട്ടി, എന്തായാലും മുട്ടുംകാലുകൊണ്ട് വെയ്യാതെ ഇന്ന് ഈ പരിപാടിക്ക് ഇതിൻ്റെ സന്തോഷം കൊണ്ട് വന്നാണ്. ഏതായാലും അദ്ദേഹത്തിനും നമ്മുടെ QHLS ഇവിടെ ഈ ഹാളിൽ ഇൻഷാ അല്ലാഹ്
ഞങ്ങൾ പള്ളിയിൽ വെച്ചും മദ്രസയിൽ വെച്ച് നടന്നിരുന്ന QHLS ഖുർആൻ പഠന ക്ലാസ് നടത്തുന്ന ഷബീബ് സലാഹി ഇനി ക്ലാസ്സുകൾ ചൊവ്വാഴ്ചകളിൽ ഇവിടെ വെച്ചാണ് ഉണ്ടാവുക. ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും പങ്കെടുക്കാം. ഖുർആനിലിപ്പോൾ ആർക്കും വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും എല്ലാ ചൊവ്വാഴ്ചയും മഗ്‌രിബിന് ശേഷം ഇശാ നമസ്കാരം വരെ നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ടാവും. ഞങ്ങളെ ക്ലാസ് എടുക്കുന്ന ഷബീബ് സലാഹി, അതുപോലെ മണ്ഡലം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഹനീഫ് ഓട്ടക്കൽ, പ്രഭാഷണം നടത്തുന്ന അബ്ദുള്ള ബാസിൽ, ഫൈസൽ മൗലവി, അതുപോലെ നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ സാഹിബ്, അതുപോലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അബൂക്കർ മാസ്റ്റർ, മെമ്പർ ശങ്കരൻ ചാലിൽ, നമ്മുടെ സൗഹൃദവേദി ചെയർമാൻ ബിജീഷ് നായർ, എല്ലാവർക്കും എൻ്റെ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി ആസ്വദിലായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈഹി വസല്ലം. ഇവിടെ പീസ് കോൺഫറൻസ് ഹാൾ വിശദമായി ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് സ്വാഗത സംസാരത്തിൽ വിശദീകരിച്ചു. ഇവിടെ എല്ലാവരോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടി കാത്തിരുന്ന നമ്മുടെ ഈ ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബഹുവന്യനായ കുഞ്ഞു മുഹമ്മദ് മരി പറപ്പൂരാണ് ഇന്ന് ഉദ്ഘാടന കർമ്മം ഈ ഹാളിൻ്റെ മുകളിൽ വെച്ച് നിർവഹിച്ചത്. ശേഷം നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ സമ്മേളനോദ്ഘാടനമാണ് ബഹുവന്യനായ സംസ്ഥാന പ്രസിഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഊഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വേദിയിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, എന്നും ഇസ്ലാമിക പ്രബോധന രംഗത്ത് നല്ല നല്ല മാതൃകകൾ കാണിക്കുന്ന ഒരു നാടാണ് ഈ തോട്ടശ്ശേരി അറ. നമ്മുടെ ഈ നാട്ടിൽ ഒരു നല്ല പള്ളി നിലവിൽ വന്നു. അതിന് മുമ്പ് ഒരു മദ്രസ നിലവിൽ വന്നു. ഇപ്പോൾ ഒരു കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. ഈ പള്ളിയിൽ അതൊരു റോഡ് സൈഡിൽ എല്ലാവർക്കും വരാവുന്ന സ്ഥലത്ത് നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു പള്ളി അവിടെ തുറന്ന ശേഷം ധാരാളക്കണക്കിന് വാഹനവും യാത്രക്കാരുമുള്ള ഈ സ്ഥലത്ത് ആ പള്ളി ഒരു വലിയ ഉപകാരമുള്ള പള്ളിയാണ് എന്ന് അനുഭവത്തിൽ നിന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ക്ലാസ്സുകൾ നടക്കുന്നു, പ്രഭാഷണങ്ങളും അതുപോലെയുള്ള പല ക്യാമ്പുകളും ഒക്കെ ആ പള്ളിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ കേന്ദ്രം ഇവിടെ നിലവിൽ വന്നു. ഏകദേശം ഒരു 100-150 ആളുകൾക്ക് പങ്കെടുക്കാവുന്ന ഒരു ഹാളാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുമായി കാണാൻ അവസരമുണ്ടാവും. കാരണം നമ്മുടെ കയ്യിൽ കൂടുതൽ ഹാളുകളില്ല. ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശക്തമായ ദഅ്വാ പ്രസ്ഥാനമാണ്. നിരന്തര പരിപാടികളാണ്. അതിൻ്റെ സംഘടനാ യോഗങ്ങൾക്ക് തന്നെ പലപ്പോഴും നമ്മൾ ഹാളുകൾ വാടകയ്ക്കെടുക്കുകയാണ് പതിവ്. അതിൻ്റെ സംഘടന മെയിൻ ഓഫീസ്
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കോഴിക്കോട് പണി ആരംഭിച്ചിരിക്കുകയാണ്. വിസ്ഡം ഹൗസ് എന്നതിന് നാമകരണം ചെയ്തു. മൗലാന മുഹമ്മദ് അലി റോട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ നാടിൻ്റെ പരിസരത്ത് തന്നെയാണ് നമ്മുടെ ജാമിയത്തുൽ ഹിന്ദ് നിലകൊള്ളുന്നത്. ആൺകുട്ടികളുടെ ജാമിയയും അതുപോലെ പാണക്കാട്ട് പെൺകുട്ടികൾ പഠിക്കുന്ന ജാമിയയും 2 ജാമിയകൾ തലയുയർത്തി നിൽക്കുന്നു. ഏകദേശം 13 വർഷമായി ആൺകുട്ടികളുടെ ജാമിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് പെൺകുട്ടികളുടെ ജാമിയയും അതിൻ്റെ പുരോഗതിയുടെ പാതയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീന് ഈ ഭൂമിയിൽ നിലനിർത്തുവാനും യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ സന്ദേശം ജനങ്ങളെ കേൾപ്പിക്കുവാനും ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു ടീമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തകന്മാർ നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിൻ്റെ 104-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വൽ തക്കും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു സംഘമുണ്ടാകണം, യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ ആളുകളോട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, വെറുക്കപ്പെട്ട വൃത്തികെട്ട നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്ന, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ജേതാക്കൾ, അവരാണ് വിജയിച്ച ആളുകൾ. സഹോദരന്മാരെ, എല്ലാവരും ഈ കാര്യം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഒറ്റ പണിയേ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. എന്താണ് ആ പണി? അദ്ദഅവ ഇലല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പ്രവാചക ദൗത്യം ലഭിച്ചത് മുതൽ മരണം വരെയും അദ്ദേഹം നടത്തിയ യുദ്ധങ്ങൾ അത് ദഅവത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം സ്ഥാപിച്ച പള്ളികൾ അത് ദഅവത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ അത് ദഅവത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം നടത്തിയ യാത്രകൾ അത് ദഅവത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വിശ്വാസികൾക്ക് മേൽ വലിയ ഒരു അനുഗ്രഹമാണ് പടച്ചോൻ ചെയ്തത്. അവരിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവരുടെ ഭാഷ അറിയുന്ന, അവരുടെ വികാരം അറിയുന്ന, അവരോടൊപ്പം ജീവിക്കുന്ന, അങ്ങാടിയിൽ നടക്കുന്ന, അവരുടെ ഭക്ഷണം കഴിക്കുന്ന, അവരെ പോലെ തന്നെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്ന, എല്ലാ മനുഷ്യരെപ്പോലെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച് അയച്ചു എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് അള്ളാഹ് എടുത്തു പറയണം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുന്നു. അവരുടെ ഇടയിലുള്ള വിശ്വാസപരമോ കർമ്മപരമായ വൈകല്യങ്ങളെയും തെറ്റായ കാര്യങ്ങളെയും അദ്ദേഹം പറഞ്ഞ് ശരിയാക്കി വൃത്തിയാക്കി അവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. വയുസക്കീഹിം, അതാണ് അവരെ സംസ്കരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അതിൻ്റെ വിശദീകരണമായ പ്രവാചക വചനങ്ങളും അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരനുഗ്രഹമായി എടുത്തു പറഞ്ഞ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നടത്തിയ പണിയാണ് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു നിലക്കും ഈ ദീനിൽ ബലാത്കാരമില്ല, നിങ്ങൾ ഇന്നത് സ്വീകരിച്ചേ മതിയാവൂ, അതല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുകയില്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. നേരെ മറിച്ച് ഹക്കിന്നതാണ്. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമ. വിശുദ്ധ ഖുർആനിൽ പ്രവാചകനോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? അള്ളാഹു ഏറ്റവും അത്യുന്നതനായ, സത്യത്തിൽ യഥാർത്ഥത്തിൽ ഏകനായ അള്ളാഹു സുബ്ഹാനഹു തആല, അവനെ അനുസ്മരിക്കുക. താങ്കൾക്ക് ഓതിത്തരുന്ന വഹിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ ധൃതിപ്പെട്ട് വേഗം അത് ഹൃദയസ്ഥമാക്കാൻ ധൃതി കാണിക്കരുത്. നേരെ മറിച്ച് കുറച്ച് സാവധാനവും അവധാനതയും കാണിച്ച് അത് മനസ്സിൽ ഇരുത്തിയാൽ മതി.
വഖുർ റബ്ബി സിദ്നി ഇൽമ, പ്രവാചകനോടാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി വഹി അറിയിച്ചു കൊടുക്കുന്ന, ഇടയ്ക്കിടയ്ക്കൊക്കെ ജിബ്രീൽ വന്നു പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് അള്ളാഹിനോട് ദുആ ചെയ്യാൻ, റബ്ബി സിദ്നി ഇൽമ, ഇൽമ വർദ്ധിപ്പിക്കണം. സഹോദരന്മാരെ, ഇങ്ങനെയൊരു കേന്ദ്രം ഇവിടെ വന്നിട്ട് അതിവിടെ മണ്ണാത്തമ്പലയും കെട്ടി എട്ടുകാലിക്ക് കൂട് കൂട്ടാനുള്ളൊരു കൂടായി മാറാൻ പാടില്ല. നേരെ മറിച്ച് അവിടെ നിരന്തരമായി ക്ലാസ്സുകൾ നടക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഉന്നതിയിലേക്ക് എത്താൻ ആവശ്യമായ അവരുടെ റിക്രിയേഷൻ, അവരുടെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ വളർച്ചയ്ക്ക് ഒരു ഉപകാരപ്പെട്ട പല കോഴ്സുകളും പരിപാടികളും അവിടെ നടക്കണം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഖുർആനും ഹദീസും ദീനും പഠിക്കുവാനുള്ള കേന്ദ്രമായിരിക്കണം. അങ്ങനെ നിരന്തരമായി സജീവമായി പ്രവർത്തിക്കുന്നൊരു കേന്ദ്രമാകണം. കാരണം പ്രവാചകനോട് പോലും ഇൽമ് വർദ്ധിപ്പിക്കാൻ പടച്ചവനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കഥ എന്താണ്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊരുപാട് വലിയ ഒമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കാണോ വിജ്ഞാനം, അറിവ് ലഭിച്ച മനുഷ്യന്മാർ, ആ അറിവ് ലഭിച്ച മനുഷ്യന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നത്. അപ്പോൾ ആ ഇൽമിയായ അനുഗ്രഹങ്ങൾ കിട്ടുവാൻ നമ്മൾ അടിയന്തരമായി ഇവിടെ നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിച്ച് നല്ല ഒരു മാതൃകയായി കാണിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ദീർഘമായ ഒരു സംസാരത്തിനൊക്കെ ഇവിടെ ആളുകൾ നിശ്ചയിക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ അടുത്ത ബന്ധുക്കളുള്ളൊരു നാടാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സന്ദർശിക്കുന്നൊരു സ്ഥലമാണ് ഈ നാട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു സംഘത്തെ, ഒരു സമൂഹത്തെ, ഒരു ഇഖ്വ, ആ ഒരു ഉഖുവത്തുൻ ഇസ്ലാമിയ, അതിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന നാടാണിത്. അങ്ങനെയുള്ള നല്ല പെരുമാറ്റമുള്ളവരും ആ ഇസ്ലാമിക സാഹോദര്യം നിലനിർത്തുന്നവരും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പണവും അധ്വാനവും സമയവും ചിലവാക്കുന്നവരുമായൊരു നാടാണ്. അപ്പോൾ ആ നാട്ടിലേക്ക് വരാനൊരു സന്തോഷം ഉണ്ടാവും, അവരോടൊപ്പം ഇരിക്കാനൊരു സന്തോഷമുണ്ടാകും. അങ്ങനെ ആ സഹോദരന്മാർ രാപ്പകൽ അത്യധ്വാനം ചെയ്ത് കെട്ടിയുയർത്തിയ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ദിവസവും അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നന്മ കൽപ്പിക്കലും തിന്മ കൽപ്പിക്കലും നിർബന്ധമായൊരു കാര്യമാണ്. നമ്മുടെ ഇടവും വലവും ഇന്നൽ യമീന മുളില്ല വൈന്ന ഷിമാൽ മുളില്ല, നമ്മുടെ ഇടക്കും വലത്തും ഒക്കെ വഴികേടാണ്. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വളരെ പ്രയാസമാണ്. തീക്കട്ട കയ്യിൽ അരിക്കുന്നത് പോലെ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മൾ വിചാരിക്കാതെ തന്നെ തിന്മകൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ചാടും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തെന്നിമാറി നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനൊരു ആത്മധൈര്യം കാണിക്കണം. ഞാൻ ഈ നന്മയുടെ വഴിയിലൂടെ തന്നെ നീങ്ങുകയുള്ളൂ, അതാണ് എൻ്റെ വഴി. ഇന്നഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, ഇതാണ് എൻ്റെ വഴി, ആ വഴിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, ഇടത്തോട്ടും വലത്തോട്ടും ലിബറലിസത്തിൻ്റെ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, പലിശയുടെ, അങ്ങനെ ഒരുപാട് സാമൂഹ്യദ്രോഹങ്ങൾ, ഇതൊക്കെ വളരെ ശക്തമായി ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ വഴിക്ക് തന്നെ പോകരുതെന്നാണ് പറഞ്ഞത്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷത്തുൻ വസാഅ സബീല. വലിയ വലിയ പ്രശസ്തിയും പേരും തലയെടുപ്പുമുള്ള ആളുകൾ, അങ്ങനെ ഇൻസാന, അതല്ലേ, ചെറിയ ദുർബലകളായ ശാരീരികമായി തീരെ ശക്തിയില്ലാത്തതാണ് പെണ്ണുങ്ങൾ. വലിയ കൊലകൊമ്പന്മാരും ഭരണാധികാരികളും പ്രധാനപ്പെട്ട വളരെ ശ്രേയസ്സും പ്രശസ്തിയും വാങ്ങിയിട്ടുള്ള ആളുകളും ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ നമ്ര ശിരസ്കരായി നിന്ന് അപകടത്തിലേക്കും അബദ്ധങ്ങളിലേക്കും കൂപ്പുകുത്തുകയാണ്. അങ്ങനെ അവരുടെ വ്യക്തിത്വം അവർ നശിപ്പിക്കുന്നു, അവരുടെ സാമൂഹികമായ സ്ഥാനങ്ങൾ അവർ നശിപ്പിക്കുന്നു. എന്ത് അതിദുർബലമായ ഒരു വികാരത്തിന് വേണ്ടി അവർ ഉണ്ടാക്കി കെട്ടിപ്പടുത്ത ആ സാമൂഹിക സംവിധാനങ്ങൾ മുഴുവനും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അതെന്താണ്? ദീനില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹുവിനെക്കുറിച്ച് പേടിയില്ലാത്തത് കൊണ്ടാണ്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്, അവർ ഈമാനുള്ള ആളുകളാണ്. അതുകൊണ്ട് അതിന് പറ്റുന്ന തരത്തിൽ അവർക്ക് സംഘടിക്കാനും ഒന്നിച്ചിരിക്കാനും പഠിക്കാനും വളരാനും ഉയരാനും ആവശ്യമായൊരു കേന്ദ്രം വന്നതിൽ എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനം, ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ കൂട്ടായ്മയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി, ഷബീബ് സലാഹി, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വമേ, വേദിയിലുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടന സംസാരത്തിൽ PN സൂചിപ്പിച്ചതുപോലെ മതപ്രബോധന രംഗത്ത് ഇന്ന് ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്ന കൂട്ടത്തിൽ വളരെ മുൻപന്തിയിലാണ് തോട്ടശ്ശേരിയാർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, പീസ് എന്ന പേരിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ ഒരു ഹാള് പ്രിയപ്പെട്ട നാട്ടുകാർക്കും അയൽവാസികൾക്കും ഇവിടെ ഇതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങളെ നാളെ പരലോകത്തിനും ഈ ദുനിയാവിലും ഇതിവിടെ നിന്ന് നിങ്ങൾക്ക് നന്മ മാത്രമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മതപ്രബോധനം എത്രമാത്രം നിർബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകൾക്കും ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻഗാമികളായ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ ജീവിതത്തിൽ പകർത്തിയോ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുവോ അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കാൻ ഈ സംഘം നമ്മളെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത വരാൻ പോകുന്ന 3 വർഷക്കാലത്തേക്ക് ഈ മഹാദൗത്യം ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടാനുള്ള ഒരു അവസരമൊരുക്കുന്ന തിരക്കിലാണ് ഈ കൂട്ടായ്മയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും. നേരത്തെ പറഞ്ഞതുപോലെ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ദീന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള മെമ്പർഷിപ്പ് വിതരണവും അതിൻ്റെ അവസാന 1-ാം ഘട്ടം ഇന്നലെ അവസാനിച്ചു. നാം ഓരോരുത്തരും ചിന്തിക്കുക, ഈ നൈമിഷികമായ ജീവിതത്തിൽ ഈ സത്യസന്ദേശം എത്തിക്കുന്നിടത്ത് ആരൊക്കെയൊക്കെയുമായി നമ്മൾ സംസാരിച്ചുവോ, ആരൊക്കെയാണ് ഈ കൂട്ടായ്മയിൽ ഒരംഗമാകാൻ വേണ്ടി എൻ്റെ പരിശ്രമം കൊണ്ട് എനിക്ക് എന്ത് സാധിച്ചു എന്നുകൂടി നാം ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് നന്നാവും. ഇനിയും 2-ാം ഘട്ടം എന്ന നിലയ്ക്ക് ഇനിയും ഇൻഷാ അള്ളാഹ് അവസരങ്ങളുണ്ട്. ഈ ഒരു കൂട്ടായ്മയിൽ നന്മ മാത്രം പ്രചരിപ്പിക്കുന്ന, ഏത് കാലത്തും കാലോചിതമായി തന്നെ നമുക്ക് ഈ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഏതൊരാൾക്കും അറിയാം, പരീക്ഷിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തി പരാജയമാണ് എന്ന് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചറിയുന്ന കാര്യങ്ങൾ പോലും മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്ന് മാർഗദർശനം നൽകിയ ഒരു മഹത്തായ ഭാഗ്യം ലഭിച്ച ഒരു സമൂഹം എന്ന നിലക്ക്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം റബ്ബിന് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, അവന് തൃപ്തി കരസ്ഥമാക്കുന്ന രൂപത്തിൽ നാളെ പരലോകത്ത് അത് വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ഉപകാരപ്പെടുത്തുകയാണ് ഈ ഹാള് കൊണ്ടും ഈ പ്രവർത്തനങ്ങളെ കൊണ്ടും ഈ പ്രോഗ്രാമുകൾ കൊണ്ടൊക്കെ ഈ കൂട്ടായ്മ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു അരാജകത്വം ഇപ്പോൾ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഇനി ആണും പെണ്ണും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, വേറൊന്നിനെക്കുറിച്ചും പറയാൻ തന്നെ പാടില്ല. അപ്പോഴാണ് നമ്മളെ നാട്ടിൽ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാണെന്നും അത് ജെൻഡർ പൊളിറ്റിക്സ് ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണെന്നും അത് LGBTQ ഒക്കെ ആയിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും പൂർത്തിയാക്കുന്ന രൂപത്തിലുള്ള വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുകയാണ് നമ്മുടെ നാടിപ്പം. അപ്പോൾ ഇതിലൊക്കെ ഒരു മാർഗദർശനം നേരത്തെ കിട്ടിയ ഒരു സമൂഹം എന്ന നിലക്ക് നമുക്കൊരു ബാധ്യതയുണ്ട്. ഈ മഹത്തായ സത്യം നാം അറിഞ്ഞു, നമ്മളെ കുടുംബങ്ങൾ അറിഞ്ഞു, ഇനി നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കൾക്കും സഹജീവികൾക്കും ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബാധ്യത എന്ന നിലക്ക് നമ്മൾ ഇതൊരു തിരിച്ചറിവിൻ്റെ സദസ്സായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഹാള് നിരന്തരം നല്ല നന്മ പ്രചരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. വാഹർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ആശംസ സംസാരിക്കുന്നത് ബഹുമാന്യനായ
വേങ്ങര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാഷാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ വി ആസിഫ് മാഷ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കുഞ്ഞിമുഹമ്മദ് മദനി പറപ്പൂർ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട ഇസ്മായിൽ ക, വേദിയിലുള്ള മുഖ്യ പ്രഭാഷകൻ അബ്ദുള്ള ബാസിൽ CP, പ്രിയപ്പെട്ട ബിജീഷ്, ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, സലഫി ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ നമ്മുടെ പ്രദേശത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പീസ് കോൺഫറൻസ് ഹാൾ, അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് സ്വാഗത പ്രസംഗം ഉൾപ്പെടെ തൊട്ടുമുമ്പ് സംസാരിച്ചവർ വരെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറാൻ ഈ കോൺഫറൻസ് ഹാൾ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് നന്മകളുടെ സംഗമ കേന്ദ്രമായി മാറാനും നാടിൻ്റെ സൗഹൃദവും സ്നേഹവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ഉതകുന്ന ഒരു കേന്ദ്രമായി പീസ് കോൺഫറൻസ് ഹാൾ മാറും എന്ന് തന്നെ നാം പ്രതീക്ഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ സൂചിപ്പിച്ച ഈ ട്രസ്റ്റ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുമൊക്കെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന പരസ്യമായ പ്രവർത്തനങ്ങളല്ലെങ്കിൽ പോലും നാടിൻ്റെ മിടിപ്പ് മനസ്സിലാക്കി ഒട്ടേറെ ആളുകളെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അതിന് കീഴിൽ ആരംഭിക്കുന്ന ഈ കോൺഫറൻസ് ഹാളും നമ്മുടെ പ്രദേശത്തിന് എല്ലാ നിലയിലും ഗുണമായി ഭവിക്കും എന്ന കാര്യത്തിൽ നമ്മൾക്കൊരു സംശയവുമില്ല. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, അകലങ്ങൾ കൂടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഒരേ വിശ്വാസധാരയിൽപ്പെട്ടവർ പോലും അകലുകയും ഒരേ കുടുംബത്തിൽപ്പെട്ടവർ അടുത്താണ് നിൽക്കുന്നതെങ്കിലും മനസ്സ് അകന്നു പോകുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേർന്നിരിക്കാൻ ഒരിടമുണ്ടാവുക എന്നത് എല്ലാ നിലയിലും നമ്മുടെ പ്രതീക്ഷയാണ്. ആ ഒരു തലത്തിൽ ഒരു മീറ്റിങ്ങും അനുബന്ധമായി നമ്മുടെ നാടിൻ്റെയും പരിസരങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിനൊക്കെ സഹായിക്കുന്ന ഒരിടമായി ഈ പീസ് കോൺഫറൻസ് ഹാൾ മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സൗഹൃദ ചെയർമാൻ ബഹുമാനായ ബിജീഷ് NPA സൗഹൃദ വേദിയുടെ ചെയർമാനെ ആദരപൂർവ്വം ക്ഷണിക്കാൻ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ആസിഫ് മാഷ്, ഈ കോൺഫറൻസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ കുഞ്ഞിമുഹമ്മദ് മദനി പറപ്പൂർ, ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന PN അബ്ദുൽ ലത്തീഫ് മദനി, ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ, ഈ പരിപാടിയിലേക്ക് സൗഹൃദവേദി ചെയർമാൻ എന്ന രീതിയിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഇസ്മായിൽ ക, പ്രിയപ്പെട്ട നാട്ടുകാരെ, പണ്ഡിതന്മാരെ, തോട്ടശ്ശേരിയിലെ ഒരു തിലകക്കുറിയായിട്ട് ഈ പീസ് കോൺഫറൻസ് ഹാൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് പെട്ടെന്ന് നഗരവൽക്കരണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു നാടാണ്. കുറച്ച് നാൾ മുന്നേ നമ്മുടെ തോട്ടശ്ശേരിയറ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഗ്രാമമായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളും ഓഡിറ്റോറിയങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ ഉതകുന്ന രീതിയിൽ ഇവിടെ എല്ലാവിധ ആധുനിക സൗകര്യത്തോടും കൂടിയിട്ട് ഒരു കോൺഫറൻസ് ഹാൾ നിർമ്മിച്ച ഈ വിസ്ഡം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ
ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അതിന് മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇസ്മായിലാക്കാക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയിലേക്ക് തോട്ടശ്ശേരിയുള്ള അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൗഹൃദവേദിയെ ക്ഷണിച്ചതിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ കോൺഫറൻസുകൾ നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.